അപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസ് വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഫ്ലോയിങ്. ഫ്ലോ ചെയ്യാൻ പറ്റുന്ന എല്ലാ സബ്സ്റ്റൻസിനും നമുക്ക് എന്ത് പറയാം? ഫ്ലൂയിഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ്ലി ഡീഫോം ചെയ്യുന്ന സബ്സ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് നമ്മൾ പറയുന്നത് എന്താണ്? അതുപോലെ റെസ്റ്റിലും മോഷനിലും ഉള്ള ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിനെ തന്നെ നമുക്ക് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്നും ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് കണ്ടീഷനിൽ, അതായത് റെസ്റ്റിലുള്ള ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ട് സ്റ്റഡിയാണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുന്നത് മോഷനിലുള്ള ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. ഇതിൽ ഈ ഫ്ലൂയിഡ് ഡൈനാമിക്സിനെ തന്നെ നമുക്ക് വീണ്ടും കാറ്റഗറൈസ് ചെയ്യാം. ഫ്ലൂയിഡ് കൈനമാറ്റിക്സും ഫ്ലൂയിഡ് കൈനറ്റിക്സും. നമ്മൾ പറഞ്ഞു ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ മോഷനിലുള്ള ഫ്ലൂയിഡിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പോൾ ഈ ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ മോഷന്റെ കാരണമായ ഫോഴ്സിനെ കൺസിഡർ ചെയ്യാതെയുള്ള സ്റ്റഡിയാണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് ഇൻ മോഷൻ വിത്തൗട്ട് കൺസിഡറിങ് ദ ഫോഴ്സസ് വിച്ച് കോസസ് ദ മോഷൻ. മോഷന് കാരണമാകുന്ന ഫോഴ്സ് കൺസിഡർ ചെയ്യാതെയുള്ള സ്റ്റഡിയാണ് ഇത് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. നമ്മൾ ഒരു തവണ പറഞ്ഞാണ്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡ് പോകുന്നത്. പിന്നെ ഫ്ലൂയിഡ് കൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? വിത്ത് കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ, അതായത് ഫോഴ്സിനെ, ഫ്ലൂയിഡിന്റെ മോഷന് കാരണമായ ഫോഴ്സിനെയും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് എന്ത്? ഫ്ലൂയിഡ് കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ഡെൻസിറ്റി. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വോളിയത്തിൽ ഒക്യുപ്പൈ ചെയ്യുന്ന മോളിക്യൂൾസിന്റെ മാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ എന്ത് എഴുതാം? മാസ് പെർ യൂണിറ്റ് വോളിയം എന്ന് എഴുതാം. ഒരു സ്പെസിഫിക് വോളിയത്തിൽ, ഒരു പർട്ടിക്കുലർ വോളിയത്തിൽ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന മോളിക്യൂൾസിന്റെ മാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്നത്. ആ മോളിക്യൂൾസിന്റെ എണ്ണം കൂടുമ്പോൾ, ഒരു യൂണിറ്റ് വോളിയത്തിൽ മോളിക്യൂൾസിന്റെ എണ്ണം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഡെൻസിറ്റിയും കൂടും. അപ്പോൾ ഇങ്ങനെയാണ് മെറ്റീരിയൽസിന്റെ ഡെൻസിറ്റി കൂടുന്നത്. അപ്പോൾ നമുക്കതിനെ മാത്തമാറ്റിക്കലി മാസ് പെർ യൂണിറ്റ് വോളിയം എന്ന് എഴുതും. ഇനി നെക്സ്റ്റ്, ഈ ഡെൻസിറ്റിയുടെ യൂണിറ്റ് നമുക്കറിയാം എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് എന്ത്? ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ഇനി വാട്ടറിന്റെ ഡെൻസിറ്റി മാക്സിമം വരുന്നത് ഏത് ടെമ്പറേച്ചർ ആണെന്ന് മനസ്സിലാക്കിയിരിക്കണം. വാട്ടറിന്റെ മാക്സിമം ഡെൻസിറ്റി വരുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. 4 ഡിഗ്രി സെൽഷ്യസിലാണ് മാക്സിമം ഡെൻസിറ്റി വരുന്നത്. അത് എത്രയാണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. 4 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 atm ലുള്ള വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ്. അതായത് വെയിറ്റ് പെർ യൂണിറ്റ് വോളിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് വെയിറ്റിനെ നമുക്ക് mg എന്ന് എഴുതി കഴിഞ്ഞാൽ mg/v. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പെസിഫിക് വെയിറ്റിനെ എന്ത് എഴുതാം? ഗാമ = ρg എന്ന് എഴുതാം. ഇതിന്റെ യൂണിറ്റ് അതുപോലെ എന്തായിരിക്കും? വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുമ്പോൾ വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. അപ്പം ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും ഇതിന്റെ യൂണിറ്റ്. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ മാസ് ഓഫ് ഫ്ലൂയിഡ്. വോളിയം ബൈ മാസ് ആണ് എന്ത്? സ്പെസിഫിക് വോളിയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പെസിഫിക് വോളിയത്തിന് എന്ത് എഴുതാം? മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ് അല്ലെ. അപ്പോൾ സ്പെസിഫിക് വോളിയത്തിന് നമുക്ക് എന്ത് എഴുതാം? 1/ഡെൻസിറ്റി അല്ലെങ്കിൽ 1/ρ എന്ന് എഴുതാം. 1/ഡെൻസിറ്റി അല്ലെങ്കിൽ 1/ρ എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് വരുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ടു ദാറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിന്റെ വെയിറ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് വെയിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡിന്റെ കേസിലാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് വാട്ടർ ആണ്. ഗ്യാസിന്റെ കേസിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത് ഏതാണ്? എയർ ആണ്. അപ്പോൾ ലിക്വിഡ്സിന്റെ കേസിൽ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പെസിഫിക് വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും കൂടി പറയാം, വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇനി ഗ്യാസസിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ഗ്യാസ് ഡിവൈഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് എയർ.
അതാണ് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ, ലിക്വിഡിന്റെ കേസിലും ഗ്യാസസിന്റെ കേസിലും. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് അതിന് മറ്റൊരു പേരും കൂടി പറയാറുണ്ട്, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് കൂടി പറയാം. സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് എന്ത് പറയാം? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് കൂടി പറയാം. നമുക്കറിയാം സ്പെസിഫിക് വെയിറ്റ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വെയിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് വെയിറ്റിനെ നമുക്ക് വേണമെങ്കിൽ റോജി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് റോജി ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ റോജി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് എഴുതാം. റോജി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി എന്തുകൂടി എഴുതാം? ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് കൂടി എഴുതാം. സ്പെസിഫിക് ഗ്രാവിറ്റിനെ നമുക്ക് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് കൂടി എഴുതാം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലിക്വിഡ് എന്ന കേസിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് വാട്ടർ ആണ്. അപ്പോൾ വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയായിരിക്കും? 1 ആയിരിക്കും. വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആയിരിക്കും. അതുപോലെ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി, മെർക്കുറിയുടെ ഡെൻസിറ്റി നമുക്കറിയാം ഏതാണ്? 13600 ആണ്. 00 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. 13600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് എന്ത്? മെർക്കുറിയുടെ ഡെൻസിറ്റി. അപ്പോൾ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇത് ഡിവൈഡ് ബൈ വാട്ടറിന്റെ ഡെൻസിറ്റി ഡിവൈഡ് ബൈ 1000, ദാറ്റ് ഈസ് ഈക്വൽ ടു 13.6 ആയിരിക്കും മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി. ആ വാല്യൂ ഓർത്ത് വെക്കണം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി 13.6 ആണ്. ഇനി ഒരു ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണ്? ഹൈഡ്രോമീറ്റർ വെച്ചിട്ടാണ്. ഹൈഡ്രോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഒരു ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മുടെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വിസ്കോസിറ്റിയാണ്. വിസ്കോസിറ്റി നമുക്കറിയാം എന്താണ്? റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ആ ഒരു ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യുന്നതിന്റെ മെഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എന്താണ്? ഓരോ ഫ്ലൂയിഡ് ലെയേഴ്സും തമ്മിലുള്ള ഇന്റേണൽ ഫ്രിക്ഷൻ ആണ്. അപ്പോൾ വിസ്കോസിറ്റിയുടെ കാരണം എന്ന് പറയുന്നത് 2 കാരണം കൊണ്ടാണ് ഫ്ലൂയിഡിൽ വിസ്കോസിറ്റി ഉണ്ടാകുന്നത്. ഒന്ന് കോഹിഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ്. കോഹിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ തരത്തിലുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഹിഷൻ എന്ന് പറയുന്നത്. അതായത് ഫ്ലൂയിഡിന്റെ സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് കോഹിഷൻ. പിന്നെ വിസ്കോസിറ്റിയുടെ നെക്സ്റ്റ് കാരണം എന്ന് പറയുന്നത് മോളിക്യുലാർ മൊമെന്റം ട്രാൻസ്ഫർ. മോളിക്യൂൾസ് തമ്മിലുള്ള മൊമെന്റം ട്രാൻസ്ഫർ ആണ്, ഇന്റർ മോളിക്യുലാർ മൊമെന്റം ട്രാൻസ്ഫർ ആണ് വിസ്കോസിറ്റിയുടെ 2 കാരണം. ഈ 2 കാരണം കൊണ്ടാണ് എന്ത് ഒരു ഫ്ലൂയിഡിൽ വിസ്കോസിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് വിസ്കോസിറ്റി ഇവിടെ വിസ്കോസിറ്റിയുടെ കേസിൽ നമുക്കറിയാം വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് അല്ലെങ്കിൽ വിസ്കോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് വിസ്കോസിറ്റിയുടെ കേസ് പറയുമ്പോൾ ഇവിടെ ഈ ഫ്ലൂയിഡിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ടോ ഈസ് ഈക്വൽ ടു സ്ട്രോ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് ലിക്വിഡ് ആയിരിക്കും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് ലിക്വിഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ സ്ട്രെയിനിന് ഈക്വൽ ആയിരിക്കും. നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പഠിച്ചിട്ടുണ്ട്, അത് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മ്യൂ ഈസ് ഈക്വൽ ടോ നമുക്ക് എന്തറിയാം? ടോ ഈസ് ഈക്വൽ ടു ടോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡോ യു ബൈ ഡോ വൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. ഈ മ്യൂനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വിസ്കോസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നമുക്ക് അറിയാവുന്ന കേസാണ്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞ് ഒരു ഔട്ട്ലൈൻ പോലെ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ മ്യൂ നമുക്കറിയാം എന്താണ്? ഡൈനാമിക് വിസ്കോസിറ്റി. ഈ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ കേസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്നത് അതിൻ്റെ യൂണിറ്റ്സ്, പിന്നെ കൺവേർഷൻസ്, ഓരോ യൂണിറ്റിലുള്ള കൺവേർഷൻസ്. അപ്പോൾ ഈ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് എഴുതാം? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? പാസ്കൽ ആണ്. പാസ്കൽ പെർ സെക്കൻഡ് എന്ന് കൂടി എഴുതാം. പാസ്കൽ സെക്കൻഡ് എന്ന് കൂടി എഴുതാം. പാസ്കൽ സെക്കൻഡ്, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ് എന്ന് എഴുതാം. എന്ത്? വിസ്കോസിറ്റിയുടെ യൂണിറ്റ്. ഇനി അതിന്റെ MKS യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ഫോഴ്സ് പെർ മീറ്റർ സ്ക്വയർ ആണ്. കിലോഗ്രാം ഫോഴ്സ് പെർ മീറ്റർ സ്ക്വയർ ആണ് എന്ത്? അതിന്റെ MKS യൂണിറ്റ്. ഇനി വിസ്കോസിറ്റിയുടെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അതിന്റെ CGS യൂണിറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആബ്സല്യൂട്ട് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ്. ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ഈ ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയറിന് നമുക്ക് എന്ത് പറയാം?
പോയിസെ എന്ന് പറയാം. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് CGS യൂണിറ്റിൽ നമ്മൾ ഓപ്ഷനിൽ കാണും. ഇതാണ് CGS യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പോയിസയാണ്. അപ്പോൾ ഒരു പോയിസെ 1 പോയിസെ ഈസ് ഈക്വൽ ടു 9 സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. 1 9 സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പോയിസെ. ഓക്കെ, ഇനി ഈ 1 പോയിസെയും ന്യൂട്ടൺ സെക്കൻഡ് പെർ ഇതിന്റെ SI യൂണിറ്റും തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം. 1 പോയിസെ ഈസ് ഈക്വൽ ടു 1/10 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 10⁻⁻1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിന്റെ 20 ഡിഗ്രിയുള്ള വിസ്കോസിറ്റിയാണ്. വാട്ടറിന്റെ 20 ഡിഗ്രിയുള്ള വിസ്കോസിറ്റി എന്നത് 1/100 പോയിസെ അല്ലെങ്കിൽ 1 സെന്റി പോയിസെയാണ് വാട്ടറിന്റെ 20 ഡിഗ്രിയിലുള്ള വിസ്കോസിറ്റി. 1 സെന്റി പോയിസെ, 1 സെന്റി പോയിസെയാണ് വാട്ടറിന്റെ 20 ഡിഗ്രിയിലുള്ള വിസ്കോസിറ്റി. അല്ലെങ്കിൽ നമുക്ക് SI യൂണിറ്റിലാണെങ്കിൽ 10⁻³ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും എന്തിന്റെ യൂണിറ്റ്? മീറ്റർ സ്ക്വയർ ആണ് ആബ്സല്യൂട്ട് വിസ്കോസിറ്റിയുടെ വാട്ടറിന്റെ ആബ്സല്യൂട്ട് വിസ്കോസിറ്റി. ആ വാല്യൂ ഓർത്ത് വെക്കണം. വാട്ടറിന്റെ ആബ്സല്യൂട്ട് വിസ്കോസിറ്റി 1 സെന്റി പോയിസെയാണ്. ഇനി നെക്സ്റ്റ് കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഈ ഡൈനാമിക് വിസ്കോസിറ്റിയുടെയും ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡിന്റെയും റേഷ്യോനെയാണ് നമ്മൾ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ് എന്ത്? കൈനമാറ്റിക് വിസ്കോസിറ്റി. ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, അതിനെ നമ്മൾ ന്യൂ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഇതിന്റെ യൂണിറ്റ് SI യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. CGS യൂണിറ്റ് സ്റ്റോക്ക് ആണ്. SI യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡും CGS യൂണിറ്റ് സ്റ്റോക്കും ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കൺവേർഷൻ കൂടി നമ്മൾ ഓർത്ത് വെക്കണം. 1 സ്റ്റോക്ക് എന്ന് പറയുന്നത് 10⁻⁻4 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. 1 സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 10⁻⁻4 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇനി ഈ വിസ്കോസിറ്റിയുടെ വേരിയേഷനും കൂടെ ഓർത്ത് വെക്കുക. നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് വേരി ചെയ്യും. ഇതിൽ ലിക്വിഡിന്റെ കേസിലാണെങ്കിൽ വിസ്കോസിറ്റി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. ഗ്യാസിന്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും. അത് രണ്ട് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ലിക്വിഡിന്റെ കേസിലാണെങ്കിൽ വിസ്കോസിറ്റി എന്തായിരിക്കും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. ഗ്യാസിന്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി എന്താണ് ഇതിന്റെ കാരണം? അത് രണ്ടും കൂടെ ഓർത്ത് വെക്കണം. കാരണം ഈ ലിക്വിഡിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു വിസ്കോസിറ്റിയുടെ കാരണം അല്ലെങ്കിൽ വിസ്കോസിറ്റിയുടെ കോസ് എന്ന് പറയുന്നത് എന്താണ്? കൊഹിഷനും ഇന്റർമോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫറും. ലിക്വിഡിന്റെ കേസിൽ പ്രിഡോമിനന്റ് ആയിട്ട് വരുന്നത് കൊഹിസീവ് ഫോഴ്സസ് ആണ്. മൊമെന്റം ട്രാൻസ്ഫറിനേക്കാൾ പ്രിഡോമിനന്റ് ആയിട്ട് വരുന്നത് എന്താണ്? കൊഹിസീവ് ഫോഴ്സസ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്യൂൾസ് തമ്മിലുള്ള ഈ കൊഹിസീവ് ഫോഴ്സസ് അല്ലെങ്കിൽ കൊഹിഷൻ കുറയുന്നതുകൊണ്ടാണ് ലിക്വിഡിന്റെ കേസിൽ എന്ത് സംഭവിക്കുന്നത്? വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഇനി ഈ ഗ്യാസിന്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്യൂൾസ് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് മോളിക്യൂൾസിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. അവിടെ കൊളീഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ നടക്കുന്ന ഇന്റർമോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഗ്യാസിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസിന്റെ കേസിൽ പ്രിഡോമിനന്റ് ആയിട്ട് വരുന്ന ഫാക്ടർ എന്ന് പറയുന്നത് മോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ ആണ്. ലിക്വിഡിന്റെ കേസിൽ പ്രിഡോമിനന്റ് ആയിട്ട് വരുന്നത് എന്താണ്? കൊഹിസീവ് ഫോഴ്സ് ആണ്. അപ്പോൾ കൊഹിസീവ് ഫോഴ്സ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് ലിക്വിഡിൽ വിസ്കോസിറ്റി എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിക്രീസ് ചെയ്യും. ഇന്റർമോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ ടെമ്പറേച്ചറിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഗ്യാസിൽ വിസ്കോസിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്യാസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലിക്വിഡ്സിന്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. ഗ്യാസിന്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി നെക്സ്റ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. എന്താണ്? ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്, അല്ലെങ്കിൽ ഇത് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഒരു ഐഡിയക്ക് വേണ്ടി ഓവറോൾ സ്പീഡ് പറയുന്നതുകൊണ്ടാണ്
ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. ഈ ഡി യു ബൈ ഡി വൈ എന്ന് പറയുന്നതാണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. അത് തന്നെയാണ് എന്ത്, ഈ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഡി തീറ്റ ബൈ ഡി ടിക്ക് ഈക്വൽ ആണ്. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത് എന്താണ്? ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഏതെങ്കിലും ഭാഗം ക്ലിയർ ആയിട്ട് ഒന്നുകൂടി പറയണമെങ്കിൽ പറയാവേ. നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടാണ് സ്പീഡ് പറയുന്നത്. ഏതെങ്കിലും ഭാഗം പ്രത്യേകിച്ചിട്ട് എടുത്ത് പറയണമെങ്കിൽ പറഞ്ഞാൽ മതി, അത് പറയാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഷിയർ സ്ട്രെസ്സിൻ്റെ, നമ്മളിപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറഞ്ഞു, ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. ഇവിടെ ഈ ഒരു ഷിയർ സ്ട്രെസ്സിന്റെ ജനറൽ ഇക്വേഷൻ, ഒരു ഫ്ലൂയിഡിന്റെ കേസിൽ ഷിയർ സ്ട്രെസ്സിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്: ടോ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എ ഇൻറ്റു ഡി യു ബൈ ഡി വൈ റേസ് ടു എൻ പ്ലസ് ബി. ഇതിൽ എയും എന്നും ബിയും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അത് ഡിഫറെന്റ് കണ്ടീഷനും ഫ്ലൂയിഡിനും അനുസരിച്ചിട്ട് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് കിട്ടുന്നത്. അപ്പോൾ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: ടോ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി യു ബൈ ഡി വൈ റേസ് ടു എൻ പ്ലസ് ബി. ഇനി നമ്മുടെ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സിൽ പറയുമ്പോൾ ആദ്യം നമുക്ക് പറയേണ്ടത് ഐഡിയൽ ഫ്ലൂയിഡ്. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? വിസ്കോസിറ്റി ഇല്ലാതെ ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അവിടെ വിസ്കോസിറ്റി സീറോ ആയിരിക്കും, ഷിയർ സ്ട്രെസ് സീറോ ആയിരിക്കും. അതായത് മോഷന് ഒരു റെസിസ്റ്റൻസും ഇല്ലാത്ത ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതൊരു ഇമാജിനറി ഫ്ലൂയിഡാണ്. അങ്ങനെ ഒരു ഫ്ലൂയിഡ് നമുക്ക് ഉണ്ടാവില്ല. നമുക്കറിയാം ഐഡിയൽ ഫ്ലൂയിഡ് എന്താണ്? ഇമാജിനറി. ഇനി നെക്സ്റ്റ് റിയൽ ഫ്ലൂയിഡ്. റിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഡീൽ ചെയ്യുന്ന ഫ്ലൂയിഡ്സ് ആണ് ഈ റിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അതായത് അതിനൊരു പർട്ടിക്കുലർ വിസ്കോസിറ്റി പ്രൊസസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ആയിരിക്കും റിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഒരു ഫ്ലൂയിഡിന് ഒരു പർട്ടിക്കുലർ വിസ്കോസിറ്റി ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? റിയൽ ഫ്ലൂയിഡ് ആയിരിക്കും. നമ്മൾ ആക്ച്വൽ പ്രാക്ടീസിൽ ഉള്ള എല്ലാ ഫ്ലൂയിഡ്സും എന്താണ്? റിയൽ ഫ്ലൂയിഡ്സ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ റിയൽ ഫ്ലൂയിഡ്സിൽ നമുക്ക് ഈ ഫ്ലൂയിഡ്സിന് എന്ത് ചെയ്യാം? ഡിഫറെന്റ് ടൈപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആദ്യം വരുന്നതാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ് ആണിത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. അതായത് അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ടോ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ ആയിരിക്കും. അതായത് നമ്മുടെ ജനറൽ ഇക്വേഷനിൽ ഈ എ മ്യൂ വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും. എന്നിന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും, ബി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്ലൂയിഡ് ആണിത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. അപ്പോൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന്റെ കേസിൽ ഈ ജനറൽ ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷനിൽ എൻ ഈസ് ഈക്വൽ ടു 1 ആണ്, ബി ഈസ് ഈക്വൽ ടു 0 ആണ്. ഈ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെക്കണം. എ മ്യൂവിന് ഈക്വൽ ആണ്, എ എന്നുള്ള കോൺസ്റ്റന്റ് മ്യൂവിന് ഈക്വൽ ആണ്. എൻ എന്താണ്? എൻ ഈസ് ഈക്വൽ ടു 1 ആണ്, ബിയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മുടെ കോമൺ ഫ്ലൂയിഡ്സിനെല്ലാം നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സിലാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് വാട്ടർ, എയർ, മെർക്കുറി, ഗ്ലിസറിൻ, ഓയിൽ, ഇതൊക്കെ എന്താണ്? ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന് എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മളൊരു ഷിയർ സ്ട്രെസ് വേഴ്സസ് വെലോസിറ്റി ഗ്രേഡിയന്റ് ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന്റെ ഗ്രാഫ് എന്തായിരിക്കും? ഈ ഒരു ഗ്രാഫ് നോക്കുക. ഷിയർ സ്ട്രെസ് വേഴ്സസ് വെലോസിറ്റി ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് വേഴ്സസ് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനിന്റെ ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒറിജിനലിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ത്? ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് ഷിയർ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ ആയതുകൊണ്ട് അതെന്തായിരിക്കും? ഒരു ലീനിയർ ഗ്രാഫ് ആയിരിക്കും. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ലീനിയർ ഗ്രാഫ് ആയിരിക്കും. അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് മ്യൂ ആയിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ഈ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യാത്ത ഫ്ലൂയിഡ്സിനെല്ലാം നമുക്ക് എന്ത് പറയാം? നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയാം. അതായത് അവിടെ ഷിയർ സ്ട്രെസ് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആയിരിക്കില്ല. ഷിയർ സ്ട്രെസ് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണെങ്കിൽ നമുക്കതിനെ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയും. അപ്പോൾ ഇതിൽ ഈ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിനെ തന്നെ നമുക്ക് ടൈം ഡിപ്പെൻഡന്റ് ഫ്ലൂയിഡ് എന്നും ടൈം ഇൻഡിപെൻഡന്റ് ഫ്ലൂയിഡ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. അതായത് നമ്മുടെ
ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡ്യൂറേഷൻ അനുസരിച്ചിട്ട്, അപ്ലൈ ചെയ്യുന്ന ഡ്യൂറേഷൻ ഓഫ് ഷിയർ ഫോഴ്സിനനുസരിച്ചിട്ട് നമുക്ക് ടൈം ഡിപ്പെൻഡന്റ് ഫ്ലൂയിഡ് എന്നും ടൈം ഇൻഡിപെൻഡന്റ് ഫ്ലൂയിഡ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് നമ്മുടെ ഈ റേറ്റ് ഓഫ് ഡിഫോർമേഷൻ ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡ്യൂറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടൈം ഡിപ്പെൻഡന്റും, ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ടൈം ഇൻഡിപെൻഡന്റ്. നമ്മൾ ആദ്യം പറയുന്നത് ടൈം ഇൻഡിപെൻഡന്റ് ന്യൂട്രോണിയൽ ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബിംഗം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയും. നമ്മൾ ഈ ഗ്രാഫ് നോക്കുക, വെലോസിറ്റി ഗ്രേഡിയന്റ്, ഷിയർ സ്ട്രെസ് വേഴ്സസ് വെലോസിറ്റി ഗ്രേഡിയന്റ് ഗ്രാഫ്. അതിൽ ഈ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഐഡിയൽ ഫ്ലൂയിഡ്, അതായത് വിസ്കോസിറ്റി 0 ആയിട്ടുള്ള ലൈനാണ് ഈ എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഐഡിയൽ ഫ്ലൂയിഡിനാണ്. വൈ ആക്സിസ് ആണെങ്കിലോ, വൈ ആക്സിസ് ആണെങ്കിൽ ഈ റേറ്റ് ഓഫ് ഡീഫോർമേഷൻ 0 ആയിട്ടുള്ള ഫ്ലൂയിഡ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, വൈ ആക്സിസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു സോളിഡിനെയാണ്. വൈ ആക്സിസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സോളിഡിനെയാണ്. ഈ ഒരു ന്യൂട്രോണിയൽ ഫ്ലൂയിഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഈ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് ന്യൂട്രോണിയൽ ഫ്ലൂയിഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയുന്നത് ഐഡിയൽ പ്ലാസ്റ്റിക്. ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഷിയർ സ്ട്രെയിൻ ഇല്ലെങ്കിലും, അതായത് ഡീഫോർമേഷൻ ഇല്ലെങ്കിലും ഒരു പർട്ടിക്കുലർ ഷിയർ സ്ട്രെസ്, ഇനീഷ്യലി ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഷിയർ സ്ട്രെസ് പ്രൊസസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് എന്ത്, ഈ ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബിംഗം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയും. അതായത് ഇവിടെ വെലോസിറ്റി ഗ്രേഡിയന്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ 0 ആണെങ്കിലും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഷിയർ സ്ട്രെസ് എന്തുണ്ടാവും, ഉണ്ടാവും. ഈ ഷിയർ സ്ട്രെസ്സിനാണ് നമ്മൾ ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ നമ്മുടെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ എന്താണ്, ടോ ഈസ് ഈക്വൽ ടു a ഇൻറ്റു du ബൈ dy റേസ് ടു n പ്ലസ് ബി ആണ്. ഈ ബിയുടെ വാല്യൂ എന്തായിരിക്കും, ഒരു പർട്ടിക്കുലർ ഷിയർ സ്ട്രെസ് ആയിരിക്കും, അല്ലെങ്കിൽ ടോ 0 ആയിരിക്കും. അതായത് ഒരു ഇനീഷ്യൽ എന്തുണ്ടാവും, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഷിയർ സ്ട്രെസ് ഉണ്ടാവും. ഇനി എന്നിന്റെ വാല്യൂ 1 ആയിരിക്കും. അങ്ങനെയുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഒരു ലീനിയർ റിലേഷൻ തന്നെയായിരിക്കും. അതായത് ഷിയർ സ്ട്രെസ്സിന്റെയും റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനിന്റെയും റിലേഷൻ എന്ന് പറയുന്നത് ഈ ഗ്രാഫിൽ എന്തായിരിക്കും, ഈ ഒരു ലീനിയർ ഗ്രാഫ് തന്നെയായിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ റെഡിൽ കാണിച്ചത് ഇതും എന്താണ്, ഒരു ലീനിയർ റിലേഷൻ തന്നെയാണ്. പക്ഷേ എന്തായിരിക്കും, ഇനീഷ്യലി ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഷിയർ സ്ട്രെസ് പ്രോസസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ് എന്ത്, ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബിംഗം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഷിയർ സ്ട്രെസ് ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഷിയർ ഫോഴ്സിന് ശേഷം മാത്രമേ അതിൽ എന്തുണ്ടാവുള്ളൂ, ഡീഫോർമേഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐഡിയൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ബിംഗം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടൂത്ത് പേസ്റ്റ്, ജെല്ലീസ്, ചോക്ലേറ്റ്, അതുപോലെ സ്ലറീസ് ഒക്കെ എന്താണ് ഇതിന് എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് ടൈം ഇൻഡിപെൻഡന്റ് ന്യൂട്രോണിയൽ ഫ്ലൂയിഡ് ആണ് എന്ത്, സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന്. സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡിലെ ഈ ഇക്വേഷനിൽ, ജനറൽ ഇക്വേഷന് എന്നിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും, ബിയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത്, ഇതാണ് സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സ്യൂഡോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അവിടെ വെലോസിറ്റി ഗ്രേഡിയന്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. നിങ്ങൾ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഗ്രാഫ് എന്താണ്, ഇൻക്രീസ് ചെയ്ത് അതിന്റെ സ്ലോപ്പ് കുറഞ്ഞു വരുവാണ്. അതായത് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്ത് വരുവാണ്. ഫ്ലൂയിഡിന്റെ വെലോസിറ്റി ഗ്രേഡിയന്റ് കൂടുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ കൂടുന്നതനുസരിച്ചിട്ട് എന്താണ്, വിസ്കോസിറ്റി കുറഞ്ഞു വരുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡിന്റെ കണ്ടീഷനിൽ ഈ ജനറൽ ഇക്വേഷനിൽ എന്നിന്റെ വാല്യൂ ലെസ് ദാൻ 1ഉം ബി എന്തായിരിക്കും, 0 ആയിരിക്കും. ഇതിനെ നമ്മൾ ഷിയർ തിന്നിങ് ഫ്ലൂയിഡ് എന്ന് കൂടി പറയാറുണ്ട്. വെലോസിറ്റി ഗ്രേഡിയന്റ് കൂടുന്നതനുസരിച്ചിട്ട് വിസ്കോസിറ്റി കുറഞ്ഞു വരുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് പറയാറുണ്ട്, ഷിയർ തിന്നിങ് ഫ്ലൂയിഡ് എന്ന് പറയാറുണ്ട്. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇതിന്റെ എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. ബ്ലഡ്, മിൽക്ക്, പെയിന്റ്, പേപ്പർ പൾപ്പ്, ഇതൊക്കെ എന്താണ്, സിറപ്പ്, പോളിമർ സൊല്യൂഷൻ, അതൊക്കെ
ഈ സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്സിന്റെ എക്സാമ്പിളാണ്. ബ്ലഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു നോക്കുക. ബ്ലഡ് ഒരു സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡാണ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ടൈം ഇൻഡിപെൻഡന്റ് ഫ്ലൂയിഡ് ആണ് ഡൈലാറ്റന്റ് ഫ്ലൂയിഡ്. ഡൈലാറ്റന്റ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഇവിടെ വെലോസിറ്റി ഗ്രേഡിയന്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരുന്ന ടൈപ്പ് ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഡൈലാറ്റന്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇതിനെ നമ്മൾ ഇവിടെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ് എന്ന് കൂടി പറയാം. ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ്. ഇവിടെ എന്നിന്റെ വാല്യൂ, ജനറൽ ഇക്വേഷൻ എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, ബി എന്തായിരിക്കും? 0 ആയിരിക്കും. എന്നിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1ഉം ബിയുടെ വാല്യൂ 0 ആയിട്ടുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഡൈലാറ്റന്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻസ് വരുമ്പോൾ നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞതിൽ ഈ എന്നിന്റെ വാല്യൂ ബിയുടെ വാല്യൂ ഓർത്ത് വെക്കുക. നമ്മുടെ എക്സാമ്പിൾസും ഓർത്ത് വെക്കുക. ബട്ടർ, ക്വിക്ക് സാൻഡ്, അതുപോലെ ഷുഗർ, അതുപോലെ സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, ഇതൊക്കെ എന്താണ്? ഡൈലാറ്റന്റ് ഫ്ലൂയിഡിന്റെ എക്സാമ്പിൾസ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് തിക്സോട്രോപിക് ഫ്ലൂയിഡ്. തിക്സോട്രോപിക് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ടൈം ഡിപ്പെൻഡന്റ് ഫ്ലൂയിഡ് ആണ്. അതായത് ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന ടൈമിനനുസരിച്ചിട്ട് വിസ്കോസിറ്റിയിൽ വാരി ചെയ്യുന്ന, വിസ്കോസിറ്റി ടൈമിനനുസരിച്ചിട്ട് വാരി ചെയ്യുന്ന ടൈപ്പ് ഫ്ലൂയിഡിനെയാണ് നമ്മൾ ടൈം ഡിപ്പെൻഡന്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇതിൽ തിക്സോട്രോപിക് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ വിസ്കോസിറ്റി ടൈം കൂടുന്നതനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന ടൈപ്പ് ഫ്ലൂയിഡിനെയാണ് നമ്മൾ തിക്സോട്രോപിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഗ്രാഫിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് തിക്സോട്രോപിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അവിടെ ഈ തിക്സോട്രോപിക് ഫ്ലൂയിഡിന്റെ കേസിൽ എന്നിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും, ബിയുടെ വാല്യൂ എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഈ രണ്ട് പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. എൻ ലെസ് ദാൻ 1ഉം ബി നോട്ട് ഈക്വൽ ടു 0. ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രിന്റർ ഇങ്ക് ആണ്. പ്രിന്ററിന്റെ ഇങ്ക് ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ മനസ്സിലാവും വിസ്കോസിറ്റി, ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്? ഡിക്രീസ് ചെയ്ത് വരുവാണ്. അപ്പോൾ ആ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുന്നതാണ്. അപ്പോൾ തിക്സോട്രോപിക് സബ്സ്റ്റൻസിന്റെ വിസ്കോസിറ്റി ടൈം ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് ഡിക്രീസ് ചെയ്യും. ഇനി നെക്സ്റ്റ് ടൈപ്പ് ആണ് ഇവിടെ, അതാണ് നമ്മുടെ ജനറൽ ഇക്വേഷനിൽ, ഈ ഒരു ഇക്വേഷനിൽ ബി ഇവിടെ കോൺസ്റ്റന്റ് എന്ന് എഴുതിയെടുത്ത് ഈ ജനറൽ ഇക്വേഷൻ നമ്മൾ പറഞ്ഞല്ലോ ABN ഇതാണ്. അപ്പോൾ ഈ ബിക്ക് പകരം വരുന്നതാണ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇതിന് ഈ തിക്സോട്രോപിക് സബ്സ്റ്റൻസിന് ഒരു പർട്ടിക്കുലർ, അത് 0 എന്നല്ല തുടങ്ങുന്നത്, ഒരു പർട്ടിക്കുലർ ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അതിനൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. അതാണ് ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഷിയർ സ്ട്രെസ് ഉണ്ടാവും. ഇനി നെക്സ്റ്റ് വരുന്നത് റിയോപാക്റ്റിക് ഫ്ലൂയിഡ്. അതായത് ഇപ്പോൾ തിക്സോട്രോപിക് ഫ്ലൂയിഡ് പറഞ്ഞതുപോലെ തന്നെ അതും ഒരു ടൈം ഡിപ്പെൻഡന്റ് ഫ്ലൂയിഡ് ആണ്. ഇവിടെ ടൈം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വിസ്കോസിറ്റി എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ തിക്സോട്രോപിക് ഫ്ലൂയിഡിന്റെ കേസിൽ ടൈം ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താണ്? വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യണം. ഈ ഒരു ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ സ്ലോപ്പ് എന്താണ്? കൂടി വരുവാണ്. അപ്പോൾ അതിന്റെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന അങ്ങനെയുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ റിയോപാക്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഈ റിയോപാക്റ്റിക് ഫ്ലൂയിഡിന്റെ കേസിൽ എന്നിന്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ബി ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടാകും നമ്മുടെ ജനറൽ ഇക്വേഷനിൽ, ഷിയർ സ്ട്രെസിന്റെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ കൂടെ ഓർത്ത് വെക്കുക. ജിപ്സം സൊല്യൂഷൻ റിയോപാക്റ്റിക് ഫ്ലൂയിഡിന്റെ ഒരു എക്സാമ്പിളാണ്. അതുപോലെ നോൺ ന്യൂട്രോണൽ ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീനെ നമ്മൾ പറയുന്ന പേരാണ് റിയോളജി. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. റിയോളജി എന്ന് പറയുന്നത് നോൺ ന്യൂട്രോണൽ ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇത് നമ്മുടെ ഇതേപോലെയുള്ള ഹയർ ആയിട്ടുള്ള എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ആ കോൺസ്റ്റന്റും ആ ഒരു എക്സാമ്പിൾസ് ഒക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്.